ഗായ്സ്, അപ്പം എല്ലാരും കണ്ട പോലെ നമ്മുടെ ഫൈനൽ പാർട്ടാണ് ഇത്, നമ്മുടെ ഇടുക്കി വ്ളോഗിന്റെ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ കുറെ കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് മൂന്നാറിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര രസമുള്ള കാലാവസ്ഥ. കാര്യം ഇടുക്കിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താന്ന് ചോദിച്ചാല്, എന്റെ ഫേവറേറ്റ് പാർട്ടാണ് നമ്മൾ കാറിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്യും. ഈ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന യൂക്കാലിപ്സിന്റെ മരങ്ങളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവുകയും ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ഫീലിംഗ്. അപ്പൊ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അങ്കിള് പറഞ്ഞു, മൂന്നാറിലൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോവാന്ന് പറഞ്ഞ് നേരെ നമ്മൾ റൂട്ട് അങ്ങോട്ട് തിരിച്ചു വിട്ടു. അങ്ങനെ നമ്മൾ അങ്കിള് ഒരു സർപ്രൈസ് സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പൊ നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം കേട്ടോ ആ സ്ഥലത്തിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് പോലെ ഉണ്ടല്ലേ ഈ നിൽക്കുന്ന പശുക്കളും വഴിയൊക്കെ കാണുമ്പോഴത്തേക്കിനും കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടുക്കിയിലെ ഈ ഒരു കാലാവസ്ഥയും പിന്നെ ഈ ഒരു അവിടെ പശുക്കളെ ഇങ്ങനെ മേയ്ക്കാൻ വേണ്ടി വിടുന്നതും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഭംഗിയാണ് കാണാൻ. എനിക്കത് ഭയങ്കര ഭംഗി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പോയി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ മൂന്നാറ് വഴിയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്താണ് ഒരു സംഭവം അറിഞ്ഞത്. ഇവിടെ എന്താ കളർ ഇങ്ങനെ, ഓക്കെ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ലോഡ്ജ് ഹെദർ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന്. അപ്പം അത് കാണാതെ പോകുന്നത് നഷ്ടമായിരിക്കും. ഇവിടോട്ട് അങ്ങനെ ആൾക്കാരും വരാറില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടത്. ഇവരെ ക്യാമറ അറിയും. നമുക്കപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. നരബലി നടക്കുന്ന സ്ഥലമാണ് ഇതുപോലും ഇത്. അങ്ങനെ ലോഡ്ജ് ഹെദറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പോരാനായിട്ട് തീരുമാനിച്ചു. എന്നാന്ന് വെച്ചാൽ ഭയങ്കര ഭീകരാന്തരീക്ഷം എന്നൊക്കെ പറയില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫീലാണ് തോന്നിയത്. ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. മേ ബി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കേട്ട കഥകളും ലോഡ്ജ് ഹെദറിനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വായിച്ചറിഞ്ഞ കഥകളും എല്ലാം വെച്ച് നമുക്ക് ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് അത് ബിൽഡപ്പ് ആയി വരും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ മെല്ലെ തിരിച്ചു പോകാനായിട്ട് ആരംഭിച്ചു. പോകുന്ന വഴി മുഴുവനും നമ്മൾ ആ ഒരു സ്ഥലത്തെ പറ്റി തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഡിസ്കഷന്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. സാറ്റർഡേസ് നടക്കുന്ന സ്ഥലമാണ്, പണ്ട് തല വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ്, നരബലി നടക്കുന്ന സ്ഥലമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഡബിൾ ഡക്കർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഡബിൾ ഡക്കർ ഇങ്ങനെ കാണുന്നത്. ആൻഡ് അഫ്കോഴ്സ് ഇടുക്കിയാണ് പോകുന്ന വഴിക്ക് കോടമഞ്ഞില്ലോ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു രസമില്ല അല്ലെ. അങ്ങനെ മഞ്ഞും തണുപ്പും മഴയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കാൻ തോന്നി. ഞങ്ങൾ അടുത്തുള്ള ഒരു ചെറിയൊരു തട്ടുകടയിൽ ഞങ്ങൾ വണ്ടി നിർത്തി. എന്നിട്ട് നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല ചായ. ആൻഡ് ഞാൻ ഭയങ്കര ടീ ലവർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ബ്ലോഗ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കരമാണ് ഒരു ടീ ലവർ. അപ്പൊ അവിടെ ചെന്ന സ്ഥിതിക്ക് നമ്മൾ ടീ കുടിക്കാണ്ട് പോരുന്നത് വളരെ മോശമാണ്. അതും ഈ ഒരു കാലാവസ്ഥയിലല്ലേ. അതും നമ്മളിങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചിലാണ് നമ്മളെല്ലാവരും കൂടെ വണ്ടി പറഞ്ഞിട്ട് ഇരിക്കുന്നത്. ഒരു മുറുക്കം കിട്ടി, അതിൻ്റെ കൂടെ ഒരു ചായയും കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചായ കണ്ടോ, ആവി പറക്കുന്ന ചായ, തണുപ്പത്ത് നല്ല ചൂട് ചായയും മുറുക്കും. എല്ലാവരും ഓരോ സൈഡിലിരുന്ന് ചായയും മുറുക്കും കോറിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണിത്. സച്ച് എ വണ്ടർഫുൾ ഡേ എന്ന് തന്നെ പറയാം കേട്ടോ. ചായ കുടിക്കാൻ ബ്രേക്കിലാണ് സൂപ്പർ ചായ. ഇവിടെ വന്നാൽ ഇങ്ങനത്തെ ചായ മാത്രമല്ല നമ്മൾ കഴിച്ചത്. ഞാൻ പപ്പയും ഒരു ഓംലെറ്റ് കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മുഖം കണ്ടില്ല, ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാനും ഹാപ്പി ആയിരുന്നു. കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഓംലെറ്റിന്. പിന്നെ എന്റെ പൊന്നെ ആ കോവട മഞ്ഞ്, ഓ മൈ ഗോഡ്. സത്യം പറഞ്ഞ കേരളത്തിന്റെ സുന്ദരി എന്ന് വെറുതെ അല്ല ഇടുക്കി ജില്ലേനെ എല്ലാരും പറയുന്നത്. അത് ആക്ച്വലി എടുത്ത് അറിഞ്ഞ് കാണാനുണ്ട്. നമുക്ക് എന്താ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇത്രയും പീക്ക് ലെവലിൽ നിൽക്കും എന്നൊക്കെ മനസ്സിലാവുന്ന. സത്യം പറയാം എനിക്ക് ആ ഒരു ഫീല് തോന്നുന്നു ഞാൻ പൊതുവെ ഇടുക്കിയിൽ ചെല്ലുമ്പോഴാണ്. ഞാൻ ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലത്ത് കറങ്ങിയിട്ടുണ്ടോ പോയിട്ടുണ്ടോ, പക്ഷെ എങ്ങനെയൊക്കെ പോയാലും എനിക്ക് കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇടുക്കിയിൽ തന്നെ വന്ന് നിൽക്കും. കാര്യം ഇതിലേറെ ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ എൻ്റെ ലൈഫിൽ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം
കാര്യം എന്താ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എങ്ങനെ പോയാലും എനിക്ക് വൺസ് ഇൻ എ ഇയർ അല്ലെ വൺസ് ഇൻ എ മന്ത് എനിക്ക് ഇടുക്കിയിൽ പോയിരിക്കണം. നമ്മളിങ്ങനെ ഇടയ്ക്ക് എല്ലാ സ്ട്രെസ്ഫുൾ ടൈമിനൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ കാണുന്നത് ഒരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ഗുഹ ജസ്റ്റ് പോകുന്ന വഴി നമ്മളൊന്ന് കണ്ടിട്ട് ആ വഴി നമ്മൾ നേരെ ഇടിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. കാര്യം ഇനിയിപ്പോൾ സന്ധ്യ ആവുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലെത്തണം. അപ്പം എൻ്റെ പൊന്നോ, എനിക്കൊന്നും പറയില്ല, എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടരെ ഞാനിങ്ങനെ കാത്തിരുന്നൊരു സംഭവം എൻ്റെ കണ്ണിന് മുമ്പിൽ വന്നു. ആ കോടമഞ്ഞും ചെറിയൊരു മഴയും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നല്ലൊരു സൺസെറ്റ്. ആ സൺസെറ്റ് ചെയ്യുന്നതിന്റെ കളറാണ് ഭയങ്കര ഭംഗി. നമ്മൾ അങ്ങനെ വൈകുന്നേരത്തോടു കൂടി നെടുങ്കണ്ടത്ത് എത്തിയപ്പോഴത്തേക്കിനും ആസ് യൂഷ്വൽ നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപാടി ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് പാചകം അടിക്കാം. ഞങ്ങളുടെ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരും നിർത്തുകയില്ല. പിന്നെ ചിരിയായി, കളിയായി, ബഹളമായി, ആഹ്ലാദമായി, ഉല്ലാസമായി, ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഒരു ഫുൾ ഡേ പോവുക. എസ്പെഷ്യലി അങ്കിളും ആന്റിയും പപ്പയും മമ്മിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് കൂടെ ചിരിക്കാനേ നേരെ ഉള്ളൂ എന്ന് പറഞ്ഞാണ് കേട്ടോ എൻ്റെ ശരി. പിന്നെ നമ്മൾ പോയത് നേരെ മഡോണ ബേക്കറിയിലാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഇവിടെ പോകുന്നതുകൊണ്ട് ആ അങ്കിള്, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്കിൾ നിൽക്കുന്ന കേട്ടോ അങ്കിൾ എന്നെ കണ്ട് ഒരുപാട് ഞെട്ടി വരുള്ളൂ. ആ മോള് വലുതായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സ്ഥിരമായി ഞാൻ അവിടെ ചെല്ലുന്നതുകൊണ്ട് ഭയങ്കര രസമുള്ളൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പഴയ ക്വാർട്ടേഴ്സിനടുത്ത് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു പണ്ട്. ഈ ഗ്രൗണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല. അപ്പൊ നമ്മൾ പുതിയ ഗ്രൗണ്ട് കാണാൻ വേണ്ടിട്ട് വന്നു കേട്ടോ. നൊസ്റ്റാൾജിയ അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. എൻ്റെ ഈ ബാക്കി കാണുന്ന സ്റ്റേഡിയം എന്നൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു ഓൾമോസ്റ്റ് 18 years. വാവ്, ഐ മീൻ വാട്ട് എ ചേഞ്ച് അല്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് വെറും ഗ്രൗണ്ടാണ്. ഈ കിടക്കുന്നത് മൊത്തം ഇറ്റ്സ് എ സിന്തറ്റിക് ഗ്രൗണ്ട് ഫോർ നൗ. അതിന് മുൻപ് ഇത് ഒന്നുമില്ലാതെ മണൽ മാത്രമായിട്ട് വരുന്ന കുറേ കാടും കിണറും പിന്നെ കുറേ വാഴയൊക്കെ ഉണ്ടായിരുന്നൊരു ഗ്രൗണ്ട്. അപ്പോൾ അത് ഇത്രയും ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല. I feel sad, I feel happy at the same time because things have changed a lot. അങ്ങനെ ഇന്നൊരു ദിവസം മുഴുവനത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിന് ആന്റി നല്ല ചോറും മീൻകറിയും നല്ല സൂപ്പർ ചക്കപ്പുഴുക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു ഇവിടെ ഒരാൾ ഭയങ്കര കളിയാകട്ടോ, ഒരു ബോളും പിടിച്ചോണ്ട്. ഇവളുടെ കളി കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ ക്ഷീണിച്ച് തിരിച്ചു വരാൻ നേരത്തെ ഇവള് കുറച്ചേരം പിണങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ. നീലപ്പീലി കണ്ണൂട്ടി ഞാൻ കുറെ നേരം അവളെ വെച്ച് കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് നേരെ പപ്പയുടെ അടുത്തോട്ട് ചെന്നിരുന്നു. കുറച്ചു നേരം പപ്പയും കൊതിച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നേരത്തെ പോയി കിടന്ന് ഉറങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ രാവിലെ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ അങ്കിൾ ഞങ്ങൾക്കൊക്കെ വൈൻ തന്നു കേട്ടോ. അങ്ങനെ വൈൻ കൂടിയും ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോവുക കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.